കനകൻ രാവിലെ മുതൽ തന്നെ അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നയനും അവളുടെ കൂടെ ജോലിയാണ്. അപ്പോഴേക്കും വന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞതല്ലേ കനകയോട് ഇവിടെ വന്നിട്ട് ജോലിയും ചെയ്യാൻ പാടില്ല എന്ന്. എന്താ നയന, നിന്റെ അമ്മയെക്കൊണ്ട് നീ ഇവിടെ ജോലിയൊക്കെയാണെന്നൊക്കെ ചോദിച്ച് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്. കനകൻ പറയുന്നുണ്ട്, ഇതൊന്നും എനിക്ക് വലിയ ജോലി ഭാരമല്ലല്ലോ, എൻ്റെ വീട്ടിലും ഞാൻ ഈ ജോലികളൊക്കെ ചെയ്യുന്നതല്ലേ എന്ന് പറയുമ്പോൾ അത് സാരമില്ല, അച്ഛൻ കണ്ട ഞങ്ങളെ വഴക്ക് പറയാ, ഞങ്ങളെ വഴക്ക് ഏൽപ്പിക്കരുതെന്നും പറഞ്ഞിട്ട് കനകത്തിനെ നൈസായിട്ട് അടുക്കളയിൽ നിന്നും ദേവയാനി ഒഴിവാക്കുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുമ്പം നയനയും നവ്യയും കനകൊക്കെ കരുതുന്നത് ദേവയാനി വളരെ സ്നേഹത്തോടെ പറയുന്നതാണെന്ന് കേട്ടോ. പക്ഷെ എന്നിട്ട് നവ്യ വന്നിട്ട് നയനോട് പറയുന്നുണ്ട്, എടി നിന്റെ അമ്മായിമ്മയ്ക്ക് എന്താ പെട്ടെന്നൊരു മാനസാന്തരം, എനിക്കെന്തോ ഡൗട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ നീ പോ ചേച്ചി, അങ്ങനെയൊന്നും ഇല്ല, അമ്മ പാവമാണെന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരി പാവം തന്നെയാ, പക്ഷെ ഇതിലെന്തോ ഒരു ചതിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പറയുമ്പം ഒരു ചതിയില്ലെന്ന് പറയാണ്. അല്ലടി, ഇനി നിന്നെ കൊണ്ട് മാത്രം പണിയെടുപ്പിക്കാനുള്ള നിന്റെ അമ്മായിമ്മയുടെ അടവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അങ്ങനെയൊന്നും ഇല്ല, എൻ്റെ സ്നേഹത്തോട് ആദ്യമായിട്ട് എൻ്റെ അമ്മയോട് സംസാരിച്ചെന്ന് കേട്ടതല്ലേ ചേച്ചി, നമ്മുടെ അമ്മയോട് ഇന്നേ വരെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? വേറൊന്നും പറഞ്ഞില്ലല്ലോ, അടുക്കളയിൽ ജോലി ചെയ്താ അച്ഛൻ വഴക്ക് പറയുന്നു പറഞ്ഞില്ലേ മാറ്റി നിർത്തിയത്, എന്തായാലും നല്ല കാര്യമായി, അമ്മയോട് ഇച്ചിരി സ്നേഹത്തോടൊക്കെ പെരുമാറിയ നമ്മുടെ അമ്മയ്ക്ക് വെച്ച് സന്തോഷമാവില്ലേ എന്നിങ്ങനെയൊക്കെ നയനെ പറയുന്നുണ്ട്. നവ്യ പറയാണ്, എന്തായാലും എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, ഇവിടുത്തെ അമ്മായിമ്മമാരല്ലേ രണ്ടും കണക്കാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യയും നയനയും കൂടെ അടുക്കളയിൽ ജോലി ചെയ്തിരിക്കായിരിക്കും. അപ്പോഴേക്കും ജലജ ഇങ്ങനെ ദേവേനെ എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ നവ്യ, നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞിപ്പം ഉള്ളതല്ലേ, ഇല്ലാത്ത സമയത്തൊക്കെ നീ അടുക്കളയിൽ കയറാതെ ഇരുന്നിട്ട് ശരിക്കും ഉള്ള സമയത്ത് നീ അടുക്കളയിൽ കയറാണോ? ഇപ്പം അങ്ങനെ കട്ടുള്ള ജോലിയൊന്നും ചെയ്യാൻ പാടില്ല, 3 മാസം വരെ നീ വലിയ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല, നീ അങ്ങോട്ട് പോയിക്കേ എന്ന് പറയുന്നുണ്ട്. ശരി വല്യമ്മേ, ഞാൻ പോയിക്കൊള്ളാമെന്നും പറഞ്ഞിട്ട് നവി പറയാണ്, കണ്ടില്ലേ നയന, നൈസായിട്ട് എന്നെ അമ്മേനെ ഒഴിവാക്കാണ്, എന്തോ ഒരു ഗൂഢമായ ലക്ഷ്യം അവരുടെ മനസ്സിലുണ്ട്, എന്താണെങ്കിലും നീ ഒന്ന് കരുതിയിരുന്നോ എന്ന് പറയാണ്. ഒരു ലക്ഷ്യമില്ല, പറഞ്ഞത് ശരിയായ കാര്യമല്ലേ? അപ്പോഴേക്ക് നവി പറയാണ്, അല്ലെങ്കിൽ നീ ഇങ്ങനെയാ, ആൾക്കാരുടെ ആരുടെ മനസ്സൊന്നും നിനക്ക് അറിയാൻ അറിയില്ല, നിനക്ക് ബുദ്ധിയുണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാ, നീ മന്ദബുദ്ധിയാ, ആരെങ്കിലും സ്നേഹം കാണിച്ചു തന്നാൽ അവിടെ വീഴാനുള്ളതേ ഉള്ളൂ നീ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത്ര സ്നേഹത്തോടെ ആദ്യമായിട്ട് അമ്മ പറഞ്ഞല്ലേ ചേച്ചിയുടെ റെസ്റ്റ് എടുക്കാൻ, അതുകൊണ്ട് അവസരം മുതലാക്കി ചേച്ചി പോയി റെസ്റ്റ് എടുത്തോന്ന് പറയുമ്പോഴേക്കും എനിക്കിപ്പോൾ അങ്ങനെയും തോന്നുന്നില്ല, നേരത്തെ എൻ്റെ മനസ്സ് നിറയെ എന്തൊക്കെയോ ചിന്തകളായിരുന്നു, ഇപ്പോൾ അതെല്ലാം മാറി, എൻ്റെ അമ്മയുടെയും നിൻ്റെയും കൂടെ ഒക്കെ ഇരിക്കുമ്പോഴാണ് എനിക്കിച്ചിരി സമാധാനമാകുന്നത്, നമുക്കെന്നും നമ്മൾ മാത്രമേ കാണുകയുള്ളൂ, നമ്മുടെ സ്വന്തം വീടാ എന്നും നമ്മുടെ സ്വർഗം എന്നൊക്കെ നവി പറയുന്നുണ്ട്. എൻ്റെ ചേച്ചി ഇങ്ങനൊന്ന് കേൾക്കാൻ സാധിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചേച്ചി അടങ്ങാൻ പോയിരുന്നോ, ചേച്ചിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി, എന്തും തയ്യാറാക്കി തരാൻ ഞാൻ റെഡിയാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറയാണ്, ഉച്ചക്കത്തേനുള്ളൊന്നും ആയിട്ടില്ലല്ലോ നയന, ഇഷ്ടം പോലെ ചെയ്യാനല്ലേ, ഇന്നാണ് മീനാക്ഷി ലീവ് ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല, ജാനകി ചെറിയമ്മ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജാനകി ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ നയന അടുത്തേക്ക്. അപ്പോഴേക്കും ദേവന് പറയാണ്, ജാനകി എനിക്ക് കാലിന് തീരെ സുഖമില്ല, എൻ്റെ കാലൊന്ന് നീ തടവി തരുമെന്ന് ചോദിക്കുമ്പോൾ അയ്യോ അടുക്കളയിൽ നയനമോള് ഒറ്റയ്ക്കേ ഉള്ളൂ, അങ്ങോട്ടേക്ക് ചെല്ലുമെന്ന് പറയുമ്പോൾ എന്നാൽ ശരി നീ പൊയ്ക്കോ, എനിക്ക് കാലുവേനയില്ല, ഞാൻ തിരുമ്മിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി സെൻറ്റി അടിക്കുമ്പം അയ്യോ വേണ്ട ചേച്ചി ഞാൻ തന്നെ തിരുമ്മി തരാമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ഇങ്ങനെ തിരുമ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും അവളെ അവിടെ നിന്ന് നൈസായിട്ട് ഒഴിവാക്കാൻ വേണ്ടി ദേവേനെ ഓരോരോ പണികൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് മൊത്തത്തിൽ ശരിക്കും നയനായിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട് കേട്ടോ ദേവേനയുടെ പ്ലാനിങ്. അങ്ങനെ ഉച്ചക്കത്തേന് എല്ലാവരും വന്ന് ഇരിക്കുന്നുണ്ട്. നയനാണെങ്കിൽ ആകെ പാടെ വേർത്ത് കുളിച്ച് ക്ഷീണിച്ചിട്ടോ അങ്ങനെ അടുക്കളയിൽ നിന്ന് അങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ജാനകിനെ വിടാൻ തയ്യാറാവുന്നില്ല ദേവയാനി. നയനെ അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് ഹാളിൽ കൊണ്ട് ടേബിളിൽ നിരത്തി വെക്കുന്നുണ്ട്. തോരനും അവിയലും സാമ്പാറും അങ്ങനെ പല പല വിധത്തിലുള്ള ഐറ്റംസും അങ്ങനെ എല്ലാം അവൾ കൊണ്ട് നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും ഉണ്ണാൻ സമയമായപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. ദേവയാനി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജാനകി എന്നിട്ട് പറയാണ്, നയനമോളെ സോറി കേട്ടോ, ഇന്ന് ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ടല്ലേ, ദേവയാനിക്ക് ചേച്ചിക്ക് പെട്ടെന്നൊരു കാലുവേദന പോലെ ഞാൻ കുഴമ്പാക്കിയിട്ട് കൊടുത്ത് അവിടെ ഇരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് സാരില്ല ചെറിയമ്മേ, ഇതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള ജോലികളല്ലേ, ഇതൊന്നും എനിക്കൊരു ഭാരവേ ഇല്ല, മാത്രമല്ല അമ്മയുടെ കാലിനിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം കാലിനിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരി അമ്മേ, ശരി ചെറിയമ്മേന്നും പറഞ്ഞിട്ട് നയന എല്ലാം വിളമ്പുന്നുണ്ട്. അപ്പോഴേക്കും വിളമ്പാനായിട്ട് ജാനകിയും കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിക്കാൻ വന്നിരിക്കുകയാണ്. മുത്തശ്ശൻ പറയണം, നയനമോളെ മോളിരിക്ക്, എല്ലാവരും വിളമ്പി കഴിച്ചോളുമെന്ന് പറയുന്നുണ്ട്. സാരില്ല മുത്തശ്ശ ഞാൻ വിളമ്പി കൊടുക്കാമെന്ന് പറയുമ്പോൾ ജാനകി പറയാണ്, മോള് ഒറ്റയ്ക്കായിരുന്നു അടുക്കളയിൽ ജോലി ചെയ്ത് പാവം അടുത്തു എന്ന് പറയുമ്പം മുത്തശ്ശൻ ചാടി ഇരുന്നിട്ട് ചോദിക്കുകയാണ്, അതെന്താ ഇന്ന് മോളെ ഒറ്റയ്ക്ക് അടുക്കളയിൽ കയറ്റിയത്, ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നു ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് കനകം എഴുന്നേറ്റ് പറയാണ്, അല്ല ഞാൻ അടുക്കളയിൽ കയറിയ
അച്ഛൻ സാറ് വഴക്ക് പറയുമെന്ന് പറഞ്ഞ് ദേവയാനി എന്നെ മാറ്റി നിർത്തിയതാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറയാണ്, ഞാൻ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു, ആദ്യം 2 മാസം ആയതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യണ്ടെന്ന് വലിയമ്മയെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവൾ ഇരിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ ജാനകിയോട് ചോദിക്കുകയാണ്, അല്ല നിനക്കെന്താ കാരണം എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോഴേക്കും ദേവയാനിക്ക് കാലിന് ചെറിയ വേദന പോലെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ദേവയാനിക്ക് കാലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജലജയോട് എന്നിട്ട് ചോദിക്കുകയാണ്, പിന്നെ അടുക്കളയുടെ അങ്ങോട്ട് കാണാറില്ലല്ലോ, ആരെങ്കിലും കുറ്റം പറയാനോ എന്തെങ്കിലും പണിയൊപ്പിക്കാനോ അല്ലെങ്കിൽ കഴിക്കാനോ അല്ലാതെ നീ ആ ഇയറിലിട്ട് പോലും പോവാറില്ലല്ലോ എന്ന് ജലജയെ നോക്കി പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്. അപ്പോൾ മനഃപൂർവ്വമായിട്ടും എല്ലാവരെയും മാറ്റി നിർത്തി ഇന്ന് മീനാക്ഷികളില്ലാത്ത സമയത്ത് നയനയെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കാനുള്ള ദേവയാനിയുടെ സൂത്രമായിരുന്നു ഇതൊക്കെയെന്ന് മുത്തശ്ശന് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ അവിടെ പതിയെ ഇരുന്നിട്ട് ഒന്നും മനസ്സിലാവാത്ത പോലെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ദേവയാനി നിൻ്റെ കാലിനിപ്പോൾ വേദന കുറവുണ്ടെന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ട് വേദന കുറവുണ്ട്, ഇപ്പോൾ എങ്ങനെയുണ്ട് കാലെന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നയനമോള് നല്ലതായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, സാരില്ല മുത്തശ്ശ, എനിക്കതൊരു കുഴപ്പം പോലെ അല്ല എന്ന് പറയുന്നുണ്ട്. ഈ പ്രായത്തിൽ നല്ല ചുറിയുറുക്ക് കാണും, അതൊന്നും സാരമില്ല. പിന്നെ ഉച്ച കഴിഞ്ഞ് മോൾക്കൊരു പ്രത്യേക വർക്കുണ്ട്, കുറേ ഡിസൈൻസ് വരയ്ക്കാനുണ്ട്. ആദർശ് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, ഞാനത് മോൾക്ക് തരാം. മോൾ ഉച്ച കഴിഞ്ഞ് ഡിസൈൻ വരയ്ക്കാൻ കയറണം പറയുമ്പോഴേക്കും ദേവേനെ ചോദിക്കുകയാണ്, അല്ലച്ചാ അവൾ ഡിസൈൻ വരയ്ക്കാൻ കയറിയ പിന്നെ ഫുഡൊക്കെ ആരുണ്ടാക്കും? അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, അത് നീ ഉണ്ടാക്കണം. ഞാനോ? ഞാനങ്ങനെ ഇത്രയും പേർക്ക് ഒറ്റയ്ക്ക്? മുത്തശ്ശൻ പറയാണ്, ആ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടി ഇത്രയും പേർക്ക് ഉച്ചയ്ക്കത്തേന് ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കില്ല, നിനക്കെന്താ ദേവയാനി ഇത്ര പാടിരിക്കുന്നേ? നീ അങ്ങോട്ട് അടുക്കളയിലേക്ക് കയറണം. കനകം പറയാണ്, സാറില്ല സാറേ, ഞാൻ സഹായിച്ചോളാം, നവിമോളും ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, കനകം നീ ഇവിടെ വന്ന ഗസ്റ്റാ, നീ അടുക്കളയിൽ കയറി പോകരുത്. നവ്യ നീ ഇപ്പം പ്രഗ്നൻ്റാ, അതുകൊണ്ട് നീ ഇപ്പം ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ ജാനകിയോടൊരു കാര്യം, ഇന്ന് നീ അവളുടെ കാല് തിരുമ്മി നിന്റെ കൈയൊക്കെ ആകെപ്പാടെ വയ്യാതിരിക്കുകയല്ലേ, അതുകൊണ്ട് നീ ഇന്ന് അടുക്കളയിലേക്ക് പോകണമെന്ന് പറയുമ്പം അയ്യോ അത് സാരമില്ലച്ചാ, എനിക്ക് കുഴപ്പമില്ലെന്ന് പറയുമ്പം സാരമുണ്ട്, അങ്ങനെ ഇത്രയും നേരമൊക്കെ കൈ മസാജ് ചെയ്താൽ കൈക്ക് നല്ല കട്ടുകഴുപ്പും വേദന ഉണ്ടാവും, ഇന്നറിയില്ല അത് നാളെ അറിയുള്ളൂ, അതുകൊണ്ട് ഇനി നീ അടുക്കളയിലേക്ക് ഇന്ന് കയറണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനിക്കും ബാക്കി എല്ലാവർക്കും കാര്യം മനസ്സിലാകുന്നുണ്ട്. ദേവയാനി എറിഞ്ഞ അതേ നാണയത്തിൽ തന്നെ മുത്തശ്ശൻ ദേവയാനിക്കിട്ട് തിരിച്ച് പണി കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ജലജയോട് പറയാണ്, പിന്നെ ദേവയാനി നിനക്ക് സഹായത്തിന് വേണമെങ്കിൽ ജലജയെ കൂടെ കൂട്ടിക്കോ എന്ന് പറയുന്നുണ്ട്. ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാൻ വയ്യാത്ത അവസ്ഥയിൽ ദേവയാനി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ട് നയന പാത്രം എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, നയന ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് കൈ കഴുകിയിട്ട് സ്പീഡിൽ മുറിയിലേക്ക് വാ, നിനക്ക് കുറച്ച് ഡിസൈൻ വർക്കൊക്കെ തരാനുണ്ട്. ദേവയാനി ജലജയും കൂടി പാത്രം എല്ലാം പറക്കിക്കോളും. കനകം നവിയെ പെട്ടെന്ന് തന്നെ കൈ കഴുകിയിട്ട് രണ്ടുപേരും പോയി റെസ്റ്റ് എടുത്തോ. ജാനകി നീ എൻ്റെ അടുത്തേക്കൊന്ന് വരണം, നിങ്ങളുടെ ഒരു കാര്യം എനിക്ക് അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ട്, ആനയുടെ കാര്യത്തെക്കുറിച്ചാണെന്നും പറഞ്ഞിട്ട് ജാനകീനെ നയനയും വിളിച്ചിട്ട് മുത്തശ്ശൻ പോകുന്നുണ്ട്. നവ്യനെ കനകത്തിനെ മുറിയിലേക്ക് പോകാനും പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പതിയെ ചിരിക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ജയനും ചെറിയച്ഛനും എല്ലാവർക്കും എനിക്കൊക്കെ കാര്യം മനസ്സിലാവാണ് ദേവയാനിക്കിട്ട് കൊടുത്ത് 8-ന് പണിയാണ് എന്നുള്ളത്. അങ്ങനെ ദേവയാനാണെങ്കിൽ നയനയുടെയും കനകത്തിൻ്റെയൊക്കെ എച്ചിൽ പാത്രം എടുത്തിട്ട് ഇവളുമാരുടെയൊക്കെ എച്ചിൽ പാത്രം എടുക്കുന്ന ഗതികേട് ഉണ്ടായല്ലോ എനിക്കെന്ന് പറയുന്നുണ്ട്. ജലജ പറയാണ്, ചേച്ചി അതിബുദ്ധി കാണിക്കാൻ പോയിട്ടല്ലേ, ഇപ്പം കണ്ടില്ലേ എല്ലാവരും മുമ്പിൽ ചേച്ചി നാണം കിട്ടില്ലേ, എല്ലാവർക്കും മനസ്സിലായി അച്ഛൻ മനഃപൂർവ്വം തന്നെ ചേച്ചിക്കിട്ട് പണിതാണെന്ന് പറയുന്നുണ്ട്. ദേവേനി പറയാണ്, അതെനിക്ക് മനസ്സിലായി, പക്ഷെ അച്ഛനോട് അങ്ങനെ മാറ്റി സംസാരിക്കും, അതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പ്ലേറ്റുകളൊക്കെ രണ്ടുപേരും കൂടി പറക്കാണ്. അപ്പോഴേക്കും ജലജ, ചേച്ചി എൻ്റെ ഷോൾഡറിന് നല്ല വേദന, എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല, ഞാനൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറയുമ്പം ജലജ നിന്നോട് അച്ഛൻ പറഞ്ഞല്ലേ എന്നോട് സഹായിക്കണമെന്ന്, ചേച്ചി ഒറ്റയ്ക്ക് ചെയ്താൽ പോരെ, നയന ഇത്ര നേരം ഒറ്റയ്ക്കല്ലേ ചെയ്തത്, എൻ്റെ കൈക്ക് നല്ല വേദന ഉണ്ട്, ഞാൻ ഇപ്പോൾ വരാം, 5 മിനിറ്റ് ചേച്ചി ഞാൻ ബാമ്പിട്ടിട്ട് ഓടി വരാമെന്ന് പറഞ്ഞിട്ട് ജലജ പതിയെ എസ്കേപ്പ് ആവുന്നുണ്ട്. അങ്ങനെ പാത്രങ്ങൾ മൊത്തവും ദേവയാനി കഴുകി അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് ടേബിളെല്ലാം ക്ലീൻ ചെയ്ത് അത്താഴത്തിനുള്ള ഫുഡ് വരെ നമ്മുടെ ദേവയാനി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് ഹാളിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുത്തശ്ശിയും. അങ്ങനെ മുത്തശ്ശൻ്റെ ഈ ഒരു മധുരപ്രതികാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എല്ലാ ദിവസവും വരാനിരിക്കുന്ന എപ്പിസോഡ്സും റിവ്യൂസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.